ശ്രീ ടി പത്മനാഭൻ്റെ കഥയും പൊരുളും എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം എനിക്കെൻ്റെ വഴി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വായന അതാണ്. ഞാൻ ഇതുവരെ ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷെ ആത്മകഥാപരമായ പരാമർശങ്ങൾ എൻ്റെ ഈ ഭാഷണത്തിലുണ്ടാവും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്, അതിൽ കളവുണ്ടാവുകയില്ല തീർച്ച. ഞാൻ ആദ്യത്തെ കഥ എഴുതിയതും പ്രസിദ്ധീകരിച്ചതും 1948 ഞാനന്ന് സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയാണ്. കണ്ണൂരിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു മലയാളം വാരികയിലാണ് ആ കഥ പ്രസിദ്ധീകരിച്ചു വന്നത്. പിന്നീട് 2 കഥകൾ കൂടി ആ വാരികയിൽ വന്നു. വാരികയുടെ പേര് നവയുഗം. AKGയുടെ മാതൃസഹോദരി പുത്രനായ AK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരായിരുന്നു ആ വാരികയുടെ പത്രാധിപർ. ഈ 3 കഥകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ മംഗലാപുരത്ത് പഠിക്കാൻ പോയി. പോകുമ്പോൾ എൻ്റെ 4ാമത്തെ കഥ എഴുതി. ആ കഥ അന്നത്തെയല്ല എക്കാലത്തെയും മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ മാസികയായ മംഗളോദയത്തിന് അയച്ചു. അല്പം അഭിമാനത്തോടെയാണ് ഇത് പറയുന്നത്. മംഗളോദയത്തേക്കാൾ വലിയൊരു സാഹിത്യ മാസിക മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ ലക്കത്തിലും കവർ പേജിൽ തന്നെ ഈ ലക്കത്തിലെ പ്രധാന ലേഖകർ എന്ന് പറഞ്ഞ് 4-5 എഴുത്തുകാരുടെ പേരുകൾ കൊടുക്കാറുണ്ട്. കവറിൽ എപ്പോഴും ഒരേ ചിത്രം തന്നെയാണ്. സർഗാത്മക സാഹിത്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു തൂലികയും വിമർശന സാഹിത്യത്തിൻ്റെ പ്രതീകമായി ഒരു കത്രികയും. കവറിൽ സ്ഥിരമായി ആദ്യം കേസരി ബാലകൃഷ്ണ പിള്ളയുടെ പേര് കാണാറുണ്ട്. എല്ലാ ലക്കത്തിലും അദ്ദേഹം എഴുതിയിരുന്നു. പിന്നീട് ജോസഫ് മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ ഇവരും ഏതാണ്ട് എല്ലാ ലക്കത്തിലും എഴുതിയിരുന്നു. ഞാൻ മംഗളോദയത്തിലേക്ക് കഥ അയച്ചപ്പോൾ സ്വീകാര്യമല്ലെങ്കിൽ മടക്കി അയക്കണം എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ഒട്ടിച്ചൊരു കവർ വച്ചിരുന്നു. എനിക്കെൻ്റെ കഥ മടക്കി കിട്ടിയില്ല. പത്രാധിപ സമിതി കഥ എടുത്തു കാണില്ല എന്ന് ഞാൻ ചിന്തിച്ചു. മംഗലാപുരത്ത് പഠിക്കുമ്പോൾ ഞാൻ ധാരാളം എഴുതിയിരുന്നു. ഞാൻ ഗവൺമെൻറ് ആർട്സ് കോളേജിലാണ് 4 വർഷം പഠിച്ചത്. മഹാനായ GK ചേറ്റൂർ അവിടുത്തെ പ്രിൻസിപ്പാളായിരുന്നു. വളരെ മികച്ച ലൈബ്രറിയും റീഡിംഗ് റൂമും അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ അവിടെ ലഭ്യമായിരുന്നു. അന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1 കൊല്ലമേ ആയിട്ടുള്ളൂ. എൻ്റെ കോളേജിൽ കർണാടകക്കാരുണ്ട്, തമിഴരുണ്ട്, തെലുങ്കരുണ്ട്, മലയാളികളുണ്ട്. ഈ ഭാഷകളിലുള്ള പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളൊക്കെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ GK ചേറ്റൂരാണ്. മംഗളോദയത്തിൽ അയച്ച കഥയെപ്പറ്റി ഞാൻ ഏതാണ്ട് മറന്നു കഴിഞ്ഞിരുന്നു. മലയാളി വിദ്യാർത്ഥികൾക്കൊക്കെ ഞാൻ കഥ എഴുതുന്നുണ്ടെന്ന കഥയറിയാം. പല ആനുകാലികങ്ങളിലും കഥ വരുന്നുമുണ്ട്. ഒരു ദിവസം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എടാ, നിന്റെ കഥയുണ്ടല്ലോ ഇത്തവണത്തെ മംഗളോദയത്തിൽ. ഓ, അത് വന്നോ? ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിൽ ചെന്ന് മംഗളോദയത്തിൻ്റെ കോപ്പി എടുത്തു നോക്കി. ഒരു നിമിഷം എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നു. ആ ലക്കത്തിലെ പ്രധാന ലേഖകർ കേസരി ബാലകൃഷ്ണ പിള്ളയുടെയും ജോസഫ് മുണ്ടശ്ശേരിയുടെയും കുട്ടിക്കൃഷ്ണമാരാരുടെയും കൂടെ ടി പത്മനാഭൻ. അന്ന് എനിക്ക് 19 വയസ്സാണ്. ഇതിലും വലിയൊരു അവാർഡ് എഴുതി തുടങ്ങുന്ന കാലത്തോ പിന്നീടോ കിട്ടിയിട്ടില്ല. ഇതിനുശേഷം മദ്രാസിൽ നിന്ന് M ഗോവിന്ദൻ്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച MB ദേവൻ പത്രാധിപനായി നവസാഹിതി എന്ന പേരിൽ ഒരു മാസിക വരുന്നുണ്ടായിരുന്നു. നവസാഹിതിയുടെ 2ാം ലക്കത്തിലേക്ക് ഞാനൊരു കഥ അയച്ചു. അപ്പോഴും ഇൻ്റർമീഡിയറ്റിൽ തന്നെയാണ് പഠനം. കഥ വന്നു. ആ ഇടയ്ക്ക് ഒരു ഇൻ്റർ കൊളീജിയേറ്റ് ഡിബേറ്റിന് ഞാൻ തൃശ്ശൂരിൽ പോയി. കേസരി ബാലകൃഷ്ണ പിള്ളയെ കാണണമെന്ന ആഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നോടൊപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് വന്ന ഒരു സഹപാഠിയും ഉണ്ടായിരുന്നു. സഹപാഠി നല്ല സാഹിത്യ നിശ്ചയമുള്ള ആളായിരുന്നു. എന്നോട് വേണ്ടതിലും അധികം കുനിഷ്ടുള്ള ഒരു ചങ്ങാതി. ബാലകൃഷ്ണ പിള്ളയെക്കുറിച്ച് കേട്ടറിവുണ്ട്. സീതാരാമൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ മംഗളോദയത്തിൽ വായിച്ചിട്ടുണ്ട്. ഒരു വലിയ മഹർഷിയെപ്പോലെ മുന്നിൽ കേസരി ബാലകൃഷ്ണ പിള്ള ആരാണ്, എന്താണ് എന്നൊന്നും ചോദിച്ചില്ല. വീട്ടിലെ കോലായിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സമന്മാരോട് സംസാരിക്കുന്നത് പോലെയാണ് 20 വയസ്സ് തികയാത്ത ഞങ്ങളോട് വയോവൃദ്ധനായ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തെ മറച്ചുകൊണ്ട് പുസ്തകങ്ങളും മാസികകളുമുണ്ട്. മുന്നിലെ കസേരയിലെ പലകയിൽ റൈറ്റിംഗ് പാടുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ വിഷയം ചെറുകഥയായി. ഞങ്ങൾ എടുത്തിട്ട വിഷയമല്ല അത്. അദ്ദേഹം പറഞ്ഞു, ഈയിടെ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അയാൾക്ക് എങ്ങനെയാണ് ചെറുകഥ എഴുതേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ അയാളോട് പറഞ്ഞു, അതൊന്നും പഠിപ്പിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ പ്രശസ്തരായ മാസ്റ്റേഴ്സിൻ്റെ കൃതികൾ വായിക്കുക. ഇംഗ്ലീഷ് ഭാഷയിൽ ലോകത്തുള്ള മികച്ച കൃതികളുടെ തർജ്ജമകൾ കാണുക. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുണ്ട്. ഇതാ, ഞാൻ നിങ്ങൾക്കൊരു കഥ തരാം. ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയുക. അടുത്ത ആഴ്ച വന്ന അഭിപ്രായം പറഞ്ഞാൽ നന്ന്.
എന്ന് പറഞ്ഞ് ഞാൻ ഈ മാസികയാണ് കൊടുത്തത്. എന്നെയും എൻ്റെ സുഹൃത്തിനെയും എൻ്റെ കഥയുള്ള മാസിക കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണിത് എഴുതിയതെന്ന്. ബാലകൃഷ്ണപിള്ളയ്ക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഇപ്പോഴുണ്ടായ ഈ അനുഭവം വെച്ച് ഒരു ലേഖനം എഴുതണം. പണ്ട് ചങ്കമ്പുഴയ്ക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. സാഹിത്യത്തിലെ തലമൂത്തവർ ഇത് കണ്ട് ദേഷ്യപ്പെടും. ആരടാ ഇവൻ എന്നൊക്കെ ചോദിക്കും. എന്നാലും നിങ്ങൾ എഴുതണം. ഞാൻ പറഞ്ഞു, എഴുതാം. മടങ്ങിയെത്തിയ ഉടൻ തന്നെ ബാലകൃഷ്ണയുടെ കൂടെ എന്ന പേരിൽ ഒരു ലേഖനം എഴുതി. എഴുതി തുടങ്ങുന്ന കാലം മുതൽക്ക് തന്നെ എനിക്ക് കഥയെക്കുറിച്ച് ദൃഢമായ സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഇതുവരെ എഴുതിയിട്ടുള്ളൂ. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകളും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് അംഗീകാരങ്ങൾ ലഭിക്കാതിരുന്നിട്ടില്ല. എല്ലാ തരത്തിലുമുള്ള പ്രചോദനങ്ങളും ഉണ്ടായിട്ടും ഈ കാലയളവിൽ വളരെ കുറച്ച് കഥകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ. എഴുതിയാൽ പ്രസിദ്ധീകരിക്കാൻ ആളുണ്ട്. ഒരുപക്ഷെ മലയാളത്തിൽ ഒരു കഥയെഴുത്തുകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പ്രതിഫലം കിട്ടിയിട്ടുമുണ്ട്. മലയാളം മനോരമയിലായാലും മാതൃഭൂമിയിലായാലും എനിക്കാണ് കൂടുതൽ പ്രതിഫലം കിട്ടിയിട്ടുള്ളത്. മനോരമയാണ് വലിയ പ്രതിഫലം എന്നും തന്നിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ദീർഘമായ കാലയളവിൽ കഷ്ടിച്ച് 170-ലധികം കഥകളെ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ സംഭവിച്ചു പോയതല്ല, കരുതിക്കൂട്ടി തന്നെയാണ്. അംഗീകാരങ്ങൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ എപ്പോഴും അംഗീകാരങ്ങൾ തന്നെ ആയിരുന്നുവോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് വേണം പറയാൻ. സത്യം പറയണമെന്നാണല്ലോ മഹാത്മാക്കൾ പറയുന്നത്. അംഗീകാരങ്ങളോ വാഴ്ത്തലുകളോ മാത്രമായിരുന്നില്ല എനിക്കുണ്ടായത്. പുസ്തകങ്ങൾക്ക് ലോകമാസകലം ഇപ്പോൾ ചെലവ് കുറഞ്ഞു വരികയാണ്. പലരും ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ആശ്രയിച്ചു തുടങ്ങി. ഫിക്ഷന് പൊതുവെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു എന്നാണ് പ്രസാധകർ പറയുന്നത്. രാഷ്ട്രീയ പുസ്തകങ്ങൾ, ആധ്യാത്മിക പുസ്തകങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഇപ്പോൾ മലയാളത്തിൽ കൂടുതൽ കച്ചവടം. ഈ കാലഘട്ടത്തിലും എൻ്റെ കഥാപുസ്തകങ്ങൾ നന്നായി ചിലവാകുന്നുണ്ട്. ഞാൻ കഥകളെ എഴുതിയിട്ടുള്ളൂ. 170ഓളം എഴുതിയെന്ന് പറയുന്നത് കഥകൾ മാത്രമാണ്. അതൊരു വാശിക്ക് തന്നെയാണ്. എൻ്റെ ഇഷ്ടദൈവം മഹാകവി കുമാരനാശാനാണ്. കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. കുമാരനാശാൻ കൃതികൾ രചിച്ചിരുന്ന കാലത്ത് മഹാകാവ്യം എഴുതിയാൽ മാത്രമേ ഒരു എഴുത്തുകാരൻ മഹാകവി ആവുകയുള്ളൂ എന്നായിരുന്നു ധാരണ. ഉള്ളൂർ ഉമാകേരളം എഴുതി മഹാകവിയായി. വള്ളത്തോൾ മഹാകവി ആകാൻ വേണ്ടി ചിത്രയോഗം എഴുതി. ഉമാകേരളത്തിൻ്റെ അടുത്ത് വരില്ല അത്. സാഹിത്യമഞ്ജരിയും മറ്റും എഴുതിയ വള്ളത്തോളിന് മഹാകാവ്യം എഴുതാതെ നിവർത്തിയില്ല. കാരണം മഹാകവി ആകണം, അതിനു വേണ്ടി നിയമങ്ങളൊക്കെ പാലിച്ചെഴുതിയതാണ് ചിത്രയോഗം. എന്നാൽ കുമാരനാശാൻ പറഞ്ഞു, ഞാനൊരിക്കലും മഹാകാവ്യം എഴുതുകയില്ല എന്ന്. കുമാരനാശാൻ എഴുതാൻ കഴിയില്ലെന്ന് ആരും പറയുമെന്ന് കരുതുന്നില്ല. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന് വിളിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നായിരുന്നു കുമാരനാശാൻ്റെ നിലപാട്. ആദ്യം മുതൽക്കേ കുമാരനാശാനെ ഏറ്റവും അധികം ആരാധിക്കുകയും വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്ത എന്നിൽ ഒരുപക്ഷെ ഞാൻ അറിയാതെ തന്നെ ഇത്തരം ഒരു വാശി കയറിയിട്ടുണ്ടാകും. നോവൽ എഴുതിയാലേ മലയാളത്തിൽ സാഹിത്യകാരനാകൂ എന്ന് ചിലർക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ കഥ മാത്രമേ എഴുതൂ എന്ന് വാശി പിടിച്ചു. ഇതുവരെ കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ടും ഈ പുതിയ കാലഘട്ടത്തിൽ എൻ്റെ കഥാപുസ്തകങ്ങൾ നന്നായി വായിക്കപ്പെടുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് ആത്മപ്രശംസ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പറയുന്നതിൻ്റെ തെളിവുകളുണ്ട്. ഞാൻ കുറച്ചു കാലം വക്കീലായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. തെളിവാണ് പ്രധാനം. ഒരു ചെറിയ ഉദാഹരണം പറയാം. 3 മാസം മുമ്പ് എൻ്റെ നളിനകാന്തി എന്ന കഥാസമാഹാരത്തിൻ്റെ 30-ാം പതിപ്പ് DC ബുക്സ് പുറത്തിറക്കി. കോപ്പി 5000. അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പുസ്തകത്തിൻ്റെ 29-ാമത്തെ പതിപ്പ് പുറത്തിറക്കിയത് 5000 കോപ്പികളുമായാണ്. നിങ്ങൾക്ക് ടി പത്മനാഭനെ വേണ്ടെങ്കിൽ വെറുക്കാം, തണ്ടനാണ്, ധിക്കാരിയാണ് എന്നൊക്കെ പറയാം. ഇതൊക്കെ കുറച്ചുണ്ടെന്നതും സത്യമാണ്. ഈ വയസ്സുകാലത്ത് ഇനി അതൊന്നും മാറ്റാനും പോകുന്നില്ല. പക്ഷെ എൻ്റെ പുസ്തകങ്ങളുടെ വിൽപ്പനാ ചരിത്രം കണ്ടില്ലെന്ന് നടിക്കരുത്. എൻ്റെ ചെറിയ ഒരു കഥാസമാഹാരത്തിൻ്റെ 30-ാമത് പതിപ്പാണ് അടുത്ത സമയത്ത് ഇറങ്ങിയത്. 100 രൂപ മാത്രമാണ് വില. അതിൻ്റെ 15% റോയൽറ്റി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. എന്നാൽ നോവലുകൾ 400-500 പേജുകളാണ്. ധാരാളം റോയൽറ്റിയും കിട്ടും. പക്ഷേ അത്തരം പ്രലോഭനങ്ങൾക്ക് ഇതുവരെ ഞാൻ വഴങ്ങിയിട്ടില്ല. എൻ്റെ ഒരു കൃതിക്കും ഞാൻ മുഖവുര എഴുതിയിട്ടില്ല. ആരെക്കൊണ്ടെങ്കിലും അവതാരികയും എഴുതിച്ചിട്ടില്ല. മുഖവുരയ്ക്ക് പകരമായി എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കവിയുടെ 2-4 വരികൾ പകർത്തും. അതാണ് പതിവ്. എനിക്ക് പറയാനുള്ളതും ഞാൻ വിശ്വസിക്കുന്നതും അതിലുണ്ടാവും. അവതാരികയും പഠനവും എഴുതാൻ ആരുടെ അടുത്തും പോകാത്തതിന് കാരണമുണ്ട്. ഞാനൊരു സുഹൃത്തിൻ്റെ അടുക്കൽ എൻ്റെ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതി തരണമെന്നാവശ്യപ്പെട്ടാൽ വളരെ നന്നായിട്ട് എഴുതി തരൂ. ഞാൻ പറഞ്ഞതുകൊണ്ടാണ് എഴുതി തരുന്നത്. ഇതിൽ മോശമായിട്ടോ മറ്റോ വല്ല സൂചനയും ഉണ്ടെങ്കിൽ ഞാനതെൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയുമില്ല. പിന്നെ
ഈ അവതാരികയ്ക്ക് എന്താണ് വില? എന്നാൽ 2002 ഇതിനൊരു അപവാദമുണ്ടായി. DC ബുക്സ് എൻ്റെ കഥകളുടെ സമ്പൂർണ്ണ സമാഹാരം പുറത്തിറക്കി. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഗ്രന്ഥകർത്താവായ ഞാൻ ഒരു മുഖവുര എഴുതിയേ പറ്റൂ എന്ന നിർബന്ധത്തിന് വഴങ്ങി ഞാനൊരു മുഖവുര എഴുതിയിട്ടുണ്ട്. അതും എൻ്റെ ഈ ഭാഷണത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. ഇന്നേക്ക് 68 വർഷങ്ങൾക്ക് മുൻപാണ് എൻ്റെ ആദ്യത്തെ കഥാപ്രകാശനം കണ്ടത്. ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിലും സാഹിത്യത്തിലുമൊക്കെ ധാരാളം മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങളെ എൻ്റെ കഥകൾ പൂർണ്ണമായും അംഗീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അറിയാതെ പറ്റിപ്പോയ ഒരബദ്ധമല്ല ഇത്. പലതിൽ നിന്നും ഞാൻ മനഃപൂർവ്വം മാറി നിൽക്കുകയായിരുന്നു. ലാഭചേതങ്ങളോ ജയാപജയങ്ങളോ നോക്കാതെ ഞാൻ എൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചു. ഇടശ്ശേരിയുടെയും ഈ വരികൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരരുൾ പായിക്കൽ, ഇതേ തിരുൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ. അക്ഷരവിദ്യ അത്യന്തം പാവനമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ വ്യഭിചരിക്കരുത്. തൂവിടായകയത് ചിതാശവങ്ങളിൽ പൂവുപോൽ അശുഭനശ്വരങ്ങളിൽ. നമ്മുടെ ജീവിതത്തിൽ മുദ്രാവാക്യങ്ങൾക്കും ചുമരെഴുത്തുകൾക്കും തീർച്ചയായും സ്ഥാനമുണ്ട്. പക്ഷെ മുദ്രാവാക്യങ്ങളും ചുമരെഴുത്തുകളും ഒരിക്കലും സാഹിത്യമാവില്ല. സംഗീതം വേറെ, ഒച്ചപ്പാടുകൾ വേറെ. ഒച്ചപ്പാടുകൾ സംഗീതമാകുന്ന കാലമാണിത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ എഴുതിയ കഥകളുടെ എണ്ണം വളരെ തുച്ഛമാണ്. എണ്ണത്തിലും വണ്ണത്തിലും ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ സമകാലീനരും എനിക്ക് പിമ്പേ വന്നവരുമൊക്കെ ഇതിൽപ്പെടും. ഏറെ പിന്നിലാണ്. ഇതിൽ ഞാൻ ദുഃഖിക്കുന്നില്ല. കുറച്ചു മാത്രം എഴുതിയത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള സ്നേഹമാണ് എൻ്റെ കഥകളിലെ അന്തർധാര. പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം അടങ്ങുന്നു. പൂച്ചയും നായയും പശുവും കാളയും കിളിയും പൂവും ചെടിയും പുഷ്പവുമൊക്കെ. ഒരിക്കൽ എൻ്റെ കഥകളൊക്കെ വായിച്ചിട്ടുള്ള ഒരു പുരോഹിതൻ പറഞ്ഞു, ആത്മാവിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ കഥകൾ. എത്ര ശരി. ജീവിതത്തിൻ്റെ ചരമാദ്രിയിൽ നിന്ന് പിറകോട്ട് നോക്കുമ്പോൾ മനസ്സിൽ അവകാശവാദങ്ങളൊന്നുമില്ല, സംതൃപ്തി മാത്രം. ഇത്രയെങ്കിലും കഴിഞ്ഞുവല്ലോ. അപ്പോൾ 2ാമത്തെ അധ്യായം തീർന്നു.